ലെബനനിൽ ഉടനീളമുണ്ടായ പേജർ സ്ഫോടനങ്ങളിൽ മരണസംഖ്യ 11ആയി. 4000-ലധികം പേർക്ക് പരിക്കുണ്ട്. ലെബനീസ് സായുധ സംഘമായ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഈ ഒരു ന്യൂസ് വന്നപ്പോൾ പലരും അന്വേഷിച്ചൊരു കാര്യമായിരുന്നു, പേജർ എന്താണ്, പേജറൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്. അതെ, പേജറൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. കാരണം മൊബൈൽ ഫോണൊക്കെ പോപ്പുലർ ആകുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മെസ്സേജിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുന്ന ഡിവൈസ് ആയിരുന്നു ഈ പേജർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഇൻ്റർനെറ്റോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. റേഡിയോ സിഗ്നൽ വരെയായിരുന്നു ഈ മെസ്സേജൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ടെക്സ്റ്റ് മെസ്സേജും അതുപോലെ വോയിസ് നോട്ടൊക്കെ അയക്കാണ്ട് പറ്റും. അതുപോലെ തന്നെ സെല്ലുലാർ റിസപ്ഷനൊന്നും ഇല്ലാത്ത ഏരിയയിൽ പോലും നമുക്കിത് ഉപയോഗിക്കാണ്ട് പറ്റും. അതുകൊണ്ട് തന്നെ എമർജൻസി സിറ്റുവേഷനിലേക്ക് മെസ്സേജ് കൈമാറാൻ വേണ്ടിയിട്ട് ഈ ഒരു പേജർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന എക്സ്പ്ലോഷനിൽ 100-ലധികം പേജറുകൾ ഒരുമിച്ച് പൊട്ടിത്തെറിക്കുകയും അതുപോലെ തന്നെ കുറച്ചധികം പേര് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പൊട്ടിത്തെറിച്ച പേജറുകളെല്ലാം തന്നെ 1 ഗ്രാമോളം എക്സ്പ്ലോസീവ് വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് റീസെൻ്റായിട്ട് വന്നിരുന്ന സ്റ്റോക്കിലാണ് ഈ ഒരു എക്സ്പ്ലോസീവ് ഇറങ്ങിയിട്ടുള്ള പേജറുകൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ ഇസ്രായേലാണെന്ന് പറയപ്പെടുന്നുണ്ട്. റീസെൻ്റായിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടിൽ വോക്കി ടോക്കിയും ഇതുപോലെ പൊട്ടിത്തെറിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ എക്സാമ്പിൾ തന്നെയാണ്. കാരണം നമ്മുടെ ഇരിക്കുന്ന ഡിവൈസുകളൊക്കെ എങ്ങനെ വെപ്പണൈസ് ചെയ്യാന്നുള്ളതിൻ്റെ